ഇനി നമുക്ക് ഈ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. യൂസ് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ടു ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to infinity cos omega x plus omega sin omega x divided by 1 plus omega square into d omega that equal to ഇത് തെളിയിക്കണം. നമുക്ക് തെളിയിക്കേണ്ട ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് ഇതാണെന്ന് തെളിയിക്കണം. ഓക്കെ, ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് ദിസ് ഈക്വൽ ടു ദിസ് ആണെന്ന് തെളിയിക്കണം. നമ്മൾ ചെയ്യാൻ പോണത് ഇതാണ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ആണ് ഇത്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ എഴുതും, ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കും. എന്താ ചെയ്യാൻ പോണത്? ഇതിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കും. ഇത് കിട്ടിയാൽ മതി. അതാണ് ഇതാണ് തെളിയിക്കുന്നത്. പകരം ഇത് ഈക്വൽ ടു ഇത് തെളിയിച്ചാലും മതി. അപ്പോൾ ഇവിടെ മൂന്ന് പ്രാവശ്യം ഒരു വ്യത്യാസമില്ലാതെ, അഥവാ ഒരു ചേഞ്ചും ഡബ്ല്യു ആണെങ്കിൽ ഇവിടെ ഡബ്ല്യു, അല്ലെങ്കിൽ ഒമേഗ ആണെങ്കിൽ ഒമേഗ, ഒരു വ്യത്യാസമില്ലാതെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. 3 പ്രാവശ്യം. ഒന്നും കൂടി വായിക്കാം. യൂസ് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഫൊറിയർ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ദിസ് ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to infinity cos omega x plus omega sin omega x divided by 1 plus omega square into d omega that equal to f of x. ഇതിനെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കും. ഇതാണെന്ന് തെളിയിക്കും. ഓക്കെ, എന്താണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 if x less than 0, pi by 2 if x equal to 0, pi into e raised to minus x if x greater than 0. നമ്മൾ കണ്ടുപിടിക്കുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എഴുതും. എന്താണ് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ? ദാറ്റ് ഈസ് ഡെഫിനിഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity a omega cos omega x പ്ലസ് b omega sin omega x into d omega. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എ ഒമേഗയും ബി ഒമേഗയും കണ്ടുപിടിക്കണം. എന്താണ് എ ഒമേഗ? എ ഒമേഗ ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ ബി ഒമേഗ ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണേ. ദാറ്റ് ഈസ് എ ഒമേഗ ഈക്വൽ ടു 1/π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ താഴെ വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. എക്സ് ഈക്വൽ ടു 0 വരുമ്പോഴോ അപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ π/2. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോഴോ പൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇതുവരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 വരും, കാരണം ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 0 to a omega. ഫസ്റ്റ് നിങ്ങൾ ഡെഫിനിഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ദാറ്റ് ഈക്വൽ ടു 1/π 0 to infinity എഫ് ഓഫ് എക്സ്. എന്താണ് 0 to infinity ആകുമ്പോഴോ എഫ് ഓഫ് എക്സ് പൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. പൈ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ പൈ ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 2 റിസൾട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ റിസൾട്ട്? ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് ദിസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കോസ് വരികയാണെങ്കിൽ എന്തായിരുന്നു കോസിൻ്റെ ടൈം? ദാറ്റ് ഈസ് എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എ ഈക്വൽ ടു -1 ആണ്, ബി ഈക്വൽ ടു ഒമേഗയാണ്. ദെർഫോർ ദിസ് ഈക്വൽ ടു ഇത് നമുക്ക് അറിയണ റിസൾട്ട്. Therefore, this equal to e raised to minus x divided by a square plus b square, that is 1 plus omega square, next minus cos omega x plus omega sin omega x.
അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 0 to infinity. നെക്സ്റ്റ് ദാറ്റ് ഈക്വൽ ടു ഇവിടെ 1 നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. ദെർഫോർ ഈ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ബാക്കി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e പവർ മൈനസ് ഇൻഫിനിറ്റി ദാറ്റ് ഈസ് 0 മൈനസ് നെക്സ്റ്റ് e പവർ 0 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e പവർ 0 ദാറ്റ് ഈസ് 1 ഇൻറ്റു ഇവിടെ ഈ ടേം 0 വരും ദാറ്റ് ഈസ് സൈൻ 0. ഈ ടേം എന്ത് വരും -1 വരും. Therefore minus plus I that is 1 divided by 1 plus omega square. Okay. Therefore a omega equal to a omega നമുക്ക് കിട്ടി a omega equal to 1 divided by 1 plus omega square. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട b ഒമേഗയും കണ്ടുപിടിക്കണം. എന്താണ് ബി ഒമേഗയുടെ ഇക്വേഷൻ? ബി ഒമേഗ ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു 1 ഡിവൈഡഡ് ബൈ പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ദറ്റ് ഈസ് 1 ബൈ പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു 1 ബൈ പൈ. തൊട്ട് മുന്നേ പറഞ്ഞ അതേ റീസൺ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി വരെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. ദെർഫോർ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്തായിരുന്നു എഫ് ഓഫ് എക്സ് 0 മുതൽ ഇൻഫിനിറ്റി വരെ ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ പൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ദാറ്റ് ഈസ് പൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. പൈ തൊട്ട് മുന്നത്തെ പോലെ ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇന്നലെ വീണ്ടും ഞാൻ ഒരു റിസൾട്ട്, ഈ റിസൾട്ട് ഷുവർ ആണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ വരും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു റിസൾട്ട് എന്തായിരുന്നു ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നെക്സ്റ്റ് സൈൻ ആണ് ദാറ്റ് ഈസ് എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഓക്കെ, ഇതാണ് റിസൾട്ട്. ഇവിടെ എ ഈക്വൽ ടു -1 ആണ് ആൻഡ് ബി ഈക്വൽ ടു ഒമേഗയാണ്. Therefore this equal to e raised to minus x divided by 1 square plus omega square. Next ബ്രാക്കറ്റിൽ മൈനസ് സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to ഇൻഫിനിറ്റി. ദാറ്റ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ പവർ മൈനസ് ഇൻഫിനിറ്റി അതെന്താ നമുക്കറിയാം, ഇ പവർ മൈനസ് ഇൻഫിനിറ്റി 0. ഈ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 0 മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോഴോ ഇ പവർ 0 ദാറ്റ് ഈസ് 1 ഇൻറ്റു ഇവിടെ എന്ത് വരും ഈ സൈൻ 0 ദാറ്റ് ഈസ് 0 മൈനസ് കോസ് 0 ദാറ്റ് ഈസ് 1 ദാറ്റ് ഈസ് മൈനസ് ഒമേഗ. മൈനസ് പ്ലസ് വരും ദാറ്റ് ഈസ് ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഷോ ദാറ്റ്. ദെർഫോർ നമ്മൾ ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എന്താ? ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എ ഒമേഗ കിട്ടിയിട്ടുണ്ട്, ബി ഒമേഗ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് നമുക്ക് അറിയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് എഫ് ഓഫ് എക്സ്? ദെർഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ എന്തായിരുന്നു 1 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ എന്തായിരുന്നു ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. നെക്സ്റ്റ് സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. കോമൺ ഡിനോമിനേറ്ററാണ്, നമുക്ക് ഒന്നിച്ച് എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലേ, ഇത് ഒന്നിച്ച് എഴുതാം. പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ. ഇതാണ് ഈ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതാ. ദെർഫോർ ദിസ് ഈക്വൽ ടു ഇത് കിട്ടി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനാണ്. 3 പ്രാവശ്യം ഒരു വ്യത്യാസമില്ലാതെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം എന്താ ഒമേഗക്ക് പകരം ലാംഡ ആക്കിയെന്നുള്ളൂ. നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയൽ നോക്കിയാൽ മനസ്സിലാവും റിപ്പീറ്റ് ചെയ്യണത്. അപ്പോൾ ഇതാണ് കുറച്ച് ഇത് ലെങ്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പൊതുവെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ.
Using Fourier sine integral. Using Fourier sine integral for f of x equal to e raised to minus ax. Show that integral 0 to infinity lambda sine lambda x divided by lambda square plus a square d lambda. നമ്മൾ ഇതുവരെ ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗക്ക് പകരം ഒമേഗ ആയിരുന്നു ഇവിടെ ഒമേഗക്ക് പകരം ലാംഡയാണ് നമ്മൾ ചെയ്യണത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ചെയ്യും എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും ഈ ഒമേഗക്ക് പകരം ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഓക്കെ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഈ നൊട്ടേഷൻ മാറുമ്പോൾ നിങ്ങൾക്ക് തെറ്റാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഇതുവരെ ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ഒമേഗ തന്നെ ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ലാസ്റ്റ് ഒമേഗ എവിടെ കൊണ്ട് അവിടെയൊക്കെ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് യൂസിങ് Fourier sine integral തൊട്ട് മുന്നത്തെ അതേപോലെ യൂസിങ് Fourier sine integral ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഷോ ദാറ്റ് ദിസ് ഈക്വൽ ടു ദിസ് നമ്മൾ ചെയ്യണത് ഈ ഫംഗ്ഷൻ്റെ Fourier sine integral കണ്ടുപിടിക്കും എന്താണ് Fourier sine integral ദാറ്റ് ഈസ് ഡെഫിനിഷൻ എഴുതാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity b ഒമേഗ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒമേഗക്ക് പകരം ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം കംപ്ലീറ്റ് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നിങ്ങളെ ചോയ്സ് തെറ്റാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ എക്സാമിന് എന്ത് ചെയ്യും പഠിച്ച ഒരേ മെത്തേഡ് ചെയ്യും ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും ആ ഒമേഗക്ക് പകരം ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഫൈനൽ ആൻസറിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് എല്ലാ സ്റ്റെപ്പിലും എന്ത് ചെയ്യാം ഒമേഗക്ക് പകരം ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം ഓക്കെ ഇനി ഇവിടെ നിങ്ങൾക്ക് പറയാം Fourier സൈൻ ഇൻ്റഗ്രലാണ് ഇവിടെ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി ബി ഒമേഗ മാത്രം കണ്ടുപിടിച്ചാൽ മതി കാരണം നമ്മളെ ഡെഫിനിഷനിൽ ബി ഒമേഗ മാത്രമേ ഉള്ളൂ എന്താണ് ബി ഒമേഗ ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ പൈ ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് കാണാതെ പഠിക്കണം ഈ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ ടാസ്ക് നെക്സ്റ്റ് ദാറ്റ് ഈക്വൽ ടു 2 ബൈ പൈ ഇൻ്റഗ്രൽ ഇവിടെ നിങ്ങൾക്ക് എന്താ ഇൻ്റർവെല്ലും തന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട തന്നിട്ടുള്ള ഇൻ്റഗ്രൽ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ദാറ്റ് ഈസ് 0 to infinity e raised to minus ax sin omega x dx that equal to 2 by pi ഇനി ഞാൻ കുറച്ച് മുന്നേ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക ദാറ്റ് ഈസ് ഏതാ റിസൾട്ട് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം e raised to minus ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ e raised to ax sin bx dx that equal to e raised to ax divided by a square plus b square next സൈൻ വന്നതുകൊണ്ട് ഫസ്റ്റ് സൈൻ തന്നെ എഴുതും ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ എക്സ് അല്ലെങ്കിൽ സൈൻ ബി എക്സ് മൈനസ് സൈൻ വന്നതുകൊണ്ട് പിന്നെ മൈനസാണ് കോസ് ആണെങ്കിൽ പ്ലസ് സൈൻ ആണെങ്കിൽ മൈനസ് ബി കോസ് ബി എക്സ് ഇതാണ് റിസൾട്ട് അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to minus ax divided by നെക്സ്റ്റ് എന്താ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ നെക്സ്റ്റ് എ സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദാറ്റ് ഈസ് 0 to infinity ഓക്കെ ഇത് വീണ്ടും എഴുതുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ദാറ്റ് ഈക്വൽ ടു 2 by പൈ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്തിട്ടുള്ളത് എക്സിനാണ് ലിമിറ്റ് കൊടുക്കുന്നത് ദെർഫോർ ഈ താഴെയുള്ള ടേം നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ബാക്കിയുള്ളതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും പറയണേ എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി പോകും കാരണം ഇ പവർ മൈനസ് എ എക്സ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ പവർ മൈനസ് ഇൻഫിനിറ്റി വരും ഇ പവർ മൈനസ് ഇൻഫിനിറ്റി 0 ആണ് ദാറ്റ് ഈസ് 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ 0 ലോവർ ലിമിറ്റ് കൊടുക്കുന്നത് 0 ആണ് ദാറ്റ് ഈസ് ഇവിടെ 1 ഇൻറ്റു a into 0 sin 0 that is 0 minus ഇവിടെ cos 0 that is 1 that is omega that equal to നമ്മൾ കിട്ടിയത് മൈനസ് പ്ലസ് ആയി that is 2 by pi omega divided by a square plus omega square ഓക്കെ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി therefore എഫ് ഓഫ് എക്സ് എന്താണ് എഫ് ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എ എക്സ് ദെർഫോർ ഇ റേസ് ടു മൈനസ് എ എക്സ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത് ഇൻ്റഗ്രൽ 0 to infinity ബി ഒമേഗ എന്തായിരുന്നു ഇതാണ് ബി ഒമേഗ ദാറ്റ് ഈസ് 2 by pi ഒമേഗ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ
പിന്നെ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, ഇവിടെ നമുക്ക് തെളിയിക്കേണ്ട എന്താണ്? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഈ ടേം ഇങ്ങോട്ട് എടുക്കണം. ഓക്കെ, ബാക്കി എന്താണ്? ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ. ഇതിനെ ഇങ്ങോട്ട് എടുത്താൽ മതി. Therefore that implies ഇതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായി? 2/π എന്നുള്ളത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ π/2 വരും. π മുകൾക്ക് വരും, 2 താഴേക്ക് വരും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ. ഇതാണ് ഈ ടേമാണ് ഫസ്റ്റ് എഴുതുന്നത്. Therefore ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബാക്കി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ ഈക്വൽ ടു എന്താ വരിക? ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ π/2 e raised to minus ax. നമുക്ക് ഇതാണ് തെളിയിക്കേണ്ടത്. ഒമേഗ അല്ല ലാംഡ ആയിരുന്നു. പുട്ട് ഒമേഗ ഈക്വൽ ടു ലാംഡ. ഓക്കെ, നമ്മളെ ഇക്വേഷൻ എന്തായി? ദാറ്റ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ലാംഡ സൈൻ ലാംഡ എക്സ് divided by a square plus lambda square into d lambda equal to π/2 e raised to minus ax. ഓക്കെ, ഇതാണ് തെളിയിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായി തന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്താ ഉപയോഗിക്കേണ്ടത്? ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് നമുക്ക് തെളിയിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ എന്ത് ചെയ്തു? തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ് f(x). ഇതിൻ്റെ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചു. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ദിസ് ഈക്വൽ ടു എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടും π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. തൊട്ട് മുന്നേ രണ്ടും നമ്മൾ ചെയ്ത് ഫോറിയർ ഇൻ്റഗ്രൽ ആയിരുന്നു. ഫോറിയർ സൈൻ ഇൻ്റഗ്രലും ഫോറിയർ ഇൻ്റഗ്രലായിരുന്നു. നെക്സ്റ്റ് ഫൈൻഡ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം of e raised to minus x greater than or equal to 0. Hence evaluate integral 0 to infinity x sin x divided by 1 plus x square dx. ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ് ഉപയോഗിക്കേണ്ടത്? ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ഇൻ്റഗ്രലിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, എന്തൊരു ഫംഗ്ഷൻ? f(x) ഈക്വൽ ടു സൊല്യൂഷനാണ്. f(x) ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. എന്നാൽ ഫോറിയർ ട്രാൻസ്ഫോം ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് f(s) ഓഫ് f ദാറ്റ് ഈക്വൽ ടു √2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി f(x) സൈൻ ഒമേഗ എക്സ് dx. ഓക്കെ, ഇതാണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ദാറ്റ് ഈസ് √2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി f(x) എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് dx. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, കാരണം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇതിൻ്റെ റിസൾട്ട് കാണാതെ പഠിക്കണം. എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ 3 ക്വസ്റ്റ്യൻ ചെയ്തു. ഈ 3 ക്വസ്റ്റ്യനിലും ഈ റിസൾട്ട് നമുക്കറിയണം. അതേപോലെ ഇതിൻ്റെ മുന്നേ ലാപ്ലാസിൻ്റെ ഇക്വേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അറിഞ്ഞിരിക്കണം. ഇനി തേർഡ് മൊഡ്യൂളിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാണ്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് പഠിച്ചിരിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്യണത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നെക്സ്റ്റ് ഇവിടെ സൈൻ ആണ്. ദെർഫോർ എ സൈൻ ബി എക്സ്. സൈൻ ആയതുകൊണ്ട് ഇനി മൈനസ് ആണ്. ബി കോസ് ബി എക്സ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ ഇവിടെ എ എന്താണ്? എ ഈക്വൽ ടു -1, ബി ഈക്വൽ ടു ഒമേഗ. ദാറ്റ് ഈസ് √2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി എന്ത് വരും? മൈനസ് സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to ഇൻഫിനിറ്റി. ദാറ്റ് ഈക്വൽ ടു √2/π. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാം. ബാക്കിയുള്ളത് ദാറ്റ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ 0 വരും അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഇതേ രീതിയിലാണ് വരുന്നത്.
അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ വീണ്ടും 0 വരും. ലോവർ ലിമിറ്റ് എടുക്കുമ്പോഴോ ദാറ്റ് ഈസ് e raised to 0 that is 1 into next minus sin 0 that is 0 minus ഇവിടെ എന്ത് വരും ഒമേഗ വരും. that equal to root of 2 by pi 1 divided by 1 plus omega square omega divided that is omega into omega. okay, ഇതാണ് നമുക്ക് കിട്ടിയത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. പിന്നെ അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എൻസ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to infinity എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ട് അഥവാ ഫൈൻഡ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമോ അങ്ങനെയൊക്കെ തന്നിട്ട് രണ്ടാമത് അതിൽ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു സംശയിക്കേണ്ട, അതിൻ്റെ ഇൻവേഴ്സ് എഴുതി നോക്കുക. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം. അതേപോലെ ഫോറിയർ കൊസൈൻ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് അറിയാം. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ അറിയാം, ഫോറിയർ സൈനിൻ്റെ അറിയാം, ഫോറിയർ കൊസൈനിൻ്റെ അറിയാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തെഴുതും? ഇവിടെ ഇത് നമ്മൾ എടുത്ത് ഇങ്ങോട്ട് എഴുതും. ഓക്കെ, എന്നിട്ട് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എഴുതും. വേറെ ഒരു വ്യത്യാസമല്ല. ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിലോ ഇതിൻ്റെ അടുത്ത് e raised to minus i omega x ആയിരിക്കും. ഈ മൈനസ് ഇവിടുന്ന് ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നാമത്തെ ആൻസറായി, ഫസ്റ്റ് ആൻസറായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ 0 to infinity എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ നമുക്കറിയാം ഫോറിയർ സൈൻ ട്രാൻസ്ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ നമ്മൾ ചെയ്യുക? ഇതിലെ എഫ് ഈ സംഭവം ഇവിടെ എഴുതും, ഇത് ഇങ്ങോട്ട് എടുത്തെഴുതും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to infinity എഫ് എസ് എഫ് പിന്നെ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു, ഇവിടെ നമ്മൾ എഴുതാൻ പോണത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ദാറ്റ് ഈസ് ഡി ഒമേഗ. ദാറ്റ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ 0 to infinity എന്തായിരുന്നു? എഫ് എസ് എഫ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 by pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇനി നെക്സ്റ്റ് സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. നമുക്ക് എന്താ വേണ്ടേ? എക്സ് സൈൻ എക്സ് ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സ് ആണ്, പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ഒമേഗയുടെ നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ എക്സ് ഉണ്ട്, സൈൻ എക്സ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എന്ത് ചെയ്താൽ മതി? ഇവിടെ ദാറ്റ് ഈക്വൽ ടു ഈ റൂട്ട് 2 by pi ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായി? 2 divided by pi വരും. ഇൻ്റഗ്രൽ 0 to infinity വരും. ഇനി എന്തുള്ളത്? ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ. ഓക്കെ, ഞാൻ ചെയ്യണത് എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്തായിരുന്നു? എന്താണ് എഫ് ഓഫ് എക്സ് നമുക്കറിയാം e raised to മൈനസ്, ഇതാണ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് e raised to മൈനസ് എക്സ്, ഇതാണ് നമ്മൾ എഫ് ഓഫ് എക്സ്. ഓക്കെ, ഞാൻ എടുക്കുന്നത് എക്സ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എക്സ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇക്വേഷൻ എന്ത് വരും? e raised to -1 ഈക്വൽ ടു 2 by pi ഇൻ്റഗ്രൽ 0 to infinity ഒമേഗ സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടേ? ഇൻ്റഗ്രൽ 0 to infinity എക്സ് സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ നോക്കി, ഇതന്നെയല്ല അത്. എന്ത് ചെറു വ്യത്യാസം മാത്രമല്ല, ഒമേഗക്ക് പകരം ഇവിടെ എക്സ് വന്നു എന്നുള്ളൂ. അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല. നമുക്ക് അറിയാം ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്താ? ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സാ. ഈ എക്സിന് പകരം തീറ്റ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഇതെന്താ? മൈനസ് കോസ് തീറ്റ. അഥവാ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒമേഗ വന്നെന്നുള്ളൂ. അപ്പോൾ ആൻസർ മാറുന്നില്ല. ഓക്കെ, നമുക്ക് ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇങ്ങോട്ട് എടുത്താൽ മതി. ദറ്റ് ഈസ് പൈ ഇൻറ്റു e raised to -1 divided by 2 that equal to integral 0 to infinity omega sin omega divided by
1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. ഇവിടെ തീറ്റ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ആൻസർ മാറുമോ? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് തീറ്റ സ്ക്വയർ ഡി തീറ്റ. അപ്പോഴും ഇത് തന്നെ ആയിരിക്കും ആൻസർ. ഇവിടെ ഇനി വൈ വരികയാണെങ്കിലോ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി വൈ ഇൻറ്റു സൈൻ വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഡി വൈ. അപ്പോഴും ഇത് തന്നെ ആൻസർ. ഇവിടെ ടി ആണെങ്കിലോ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ടി ഇൻറ്റു സൈൻ ടി ഡിവൈഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ ഡി ടി. അപ്പോഴും ഇത് തന്നെ ആൻസർ. അതേപോലെ ഇവിടെ എക്സ് ആയി എന്നുള്ളൂ. ദർഫോർ എക്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ. ദർഫോർ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒമേഗക്ക് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അതും എന്തായിരിക്കും? ആൻസർ വ്യത്യാസം ഉണ്ടാവില്ല. പൈ ഇൻറ്റു ഇ റേസ് ടു -1/2. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. express f of x equal to 1 if 0 less than x less than pi, 0 if x greater than pi. A Fourier sine integral as a Fourier sine integral and evaluate integral 0 to infinity 1 minus cos pi omega divided by omega sin pi omega d omega. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടേ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ആണ്. ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എന്താ ഡെഫിനിഷൻ? നമ്മൾ സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ആണ്. ബി ഒമേഗ മാത്രം കണ്ടുപിടിച്ചാൽ മതി. Therefore b omega equal to 2 by pi integral 0 to infinity f of x sin omega x into dx. ഇവിടെ ഒമേഗയാണ്, ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. ഓക്കെ, വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ദാറ്റ് ഈസ് 2 by pi. നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യണത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ചെയ്യണത് 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 0 മുതൽ പൈ വരെ ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. ഇനി പൈ മുതലും മുകളിലോട്ടോ ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ വരുമ്പോൾ ദാറ്റ് ഈസ് ഇവിടെ എന്താണ് ഫംഗ്ഷൻ്റെ വാല്യൂ 0. നമുക്ക് 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ പൈ മുതൽ ഇൻഫിനിറ്റി വരെ എന്താണ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾ ഇതുവരെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദെർഫോർ ഇൻ്റഗ്രൽ 0 to പൈ എന്താണ് എഫ് ഓഫ് എക്സ്? 1 സിമ്പിൾ ഫംഗ്ഷൻ 1 ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. ദാറ്റ് ഈക്വൽ ടു 2 by pi integral 0 to pi sin omega x into d omega. That equal to simple integration that equal to 2 by pi എന്താണ് sin omega അതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 to pi വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് നമ്മൾ ചെയ്യണത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യണത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ദെർഫോർ ഈ ഒമേഗ എന്ത് ചെയ്യാം? നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ പൈ ഒമേഗ. ഈ മൈനസ് ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? കോസ് ഒമേഗ എക്സ് 0 to പൈ. ദാറ്റ് ഈക്വൽ ടു -2 ഡിവൈഡ് ബൈ പൈ ഒമേഗ. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? കോസ് ഒമേഗ പൈ മൈനസ് കോസ് 0 ദാറ്റ് ഈസ് 1. ഈ മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 divided by pi omega എന്ത് വരും? 1 minus cos omega pi. ഇത് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇതാണെന്ത്? ബി ഒമേഗ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? ഇതൊന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല, പക്ഷേ നമുക്ക് എന്താണ് എക്സ്പ്രസ് ഫസ്റ്റ് എന്ത് ചെയ്യുക? ഇത് എക്സ്പ്രസ് ചെയ്തു. അഥവാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതാണ് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ വേർ ഇതിലെ ബി ഒമേഗ എന്താണെന്നുള്ളത് നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. പക്ഷേ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 1 minus cos pi omega ഡിവൈഡഡ് ബൈ ഒമേഗ സൈൻ പൈ ഒമേഗ ഡി ഒമേഗ. ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായാലും നമ്മൾ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. തെറ്റിക്കരുത്,
d omega, that is d omega. അവിടെ ബി ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to infinity. എന്താ ബി ഒമേഗ കിട്ടിയേ? 2 divided by പൈ ഒമേഗ. ബാക്കി എന്താ ഉള്ളത്? 1 മൈനസ് കോസ് പൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, എന്തായിരുന്നു എഫ് ഓഫ് എക്സ്? ഇതാണ് എഫ് ഓഫ് എക്സ്, ഇതാണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ദെർഫോർ ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity, ദിസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. 1 മൈനസ് കോസ് പൈ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. ഈ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ടേം ഏത് ടേമൊക്കെ ഉള്ളൂ? ദാറ്റ് ഈസ് 2/π നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി എന്താ ഉണ്ടാവുക? ഇൻ്റഗ്രൽ 0 to infinity 1 മൈനസ് കോസ് പൈ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്ക്, ഇത്രയും ടേം മാത്രമേ ഉള്ളൂ. ദിസ് ഈക്വൽ ടു ഇത് മാത്രം നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to infinity അഥവാ നമ്മളെ ക്വസ്റ്റ്യനിലെ ടേം മാത്രം നമ്മൾ എന്ത് ചെയ്തു? എടുത്തെഴുതി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to infinity 1 മൈനസ് കോസ് പൈ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇങ്ങോട്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഹെൻസ് ഇവാലുവേറ്റ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതെന്താണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു പൈ ഡിവൈഡ് ബൈ 2. എന്താണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതാണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ ഈ ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് പോർഷൻ, ഞാൻ 2 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു പക്ഷേ ചോദിച്ചാൽ ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ വിട്ടു പോകരുത്. ഇതാണ് സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്ക്, ദാറ്റ് ഈസ് കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്. ഇത്രയാണ് ഞാൻ ഇന്ന് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സമയം ഉണ്ടായത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ഫോറിയർ transform of f of x equal to e raised to kx if x less than 0 if x greater than 0. ഇവിടെ k വരാം, -1 വരാം, 2 വരാം, എന്ത് വന്നാലും എന്താ സാധാരണ ഇൻ്റഗ്രൽ. നമുക്കറിയാം ഫോറിയർ ക്വസ്റ്റ്യൻ എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ആണ്. എന്താണ് ഇക്വേഷൻ? ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഈക്വൽ ടു എന്തായിരുന്നു? 1 ഡിവൈഡ് ബൈ, നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ്, ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ മാത്രം എഴുതാം. അപ്പോൾ കൊസൈനോ സൈനോ എഴുതാൻ നിൽക്കരുത്. ഫോറിയർ അപ്പോൾ കൃത്യമായി നോക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക. ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എഫ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു -i ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു -i ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √2π ഇൻ്റഗ്രൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ചെയ്യേണ്ടത് -∞ മുതൽ ∞ വരെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഇവിടെ -∞ മുതൽ 0 വരെ നമുക്കറിയാം എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ e raised to kx. അല്ലാത്ത എല്ലാ കേസിലും 0 ആണ്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഒരു ടേം 0 ആയിരിക്കും, കാരണം രണ്ടും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് വരുമ്പോൾ ഒരു ടേം ഒരു റീജണിൽ 0 ആയിരിക്കും. അപ്പോൾ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഒരു ഭാഗം നമുക്ക് എന്താ സ്കിപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് -∞ മുതൽ 0 വരെ കണ്ടുപിടിച്ചാൽ മതി. എന്താണ് ഫംഗ്ഷൻ? e raised to kx e raised to -i ഒമേഗ എക്സ് dx. ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √2π ഇൻ്റഗ്രൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒന്നിച്ച് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എക്സിനെ പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് k -i ഒമേഗ ഇൻറ്റു എക്സ് ഡി എക്സ്. സിമ്പിൾ ഇൻ്റഗ്രലായി. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ √2π e raised to k -i ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ k -i ഒമേഗ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും -∞ to 0.
ദാറ്റ് ഈക്വൽ ടു നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്ത് എക്സിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2 പൈ 1 ഡിവൈഡ് ബൈ ഇത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം കെ മൈനസ് ഐ ഒമേഗ. ഇനി അപ്പർ ലിമിറ്റ് എടുക്കുമ്പോഴോ അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ ഇവിടെ 0 വരും ഇ പവർ 0 ദാറ്റ് ഈസ് 1 മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോഴോ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി വരും ദാറ്റ് ഈസ് ഇ പവർ മൈനസ് ഇൻഫിനിറ്റി ദാറ്റ് ഈക്വൽ ടു 0. Therefore 1 divided by root 2 pi into k minus I omega. ഇനി ഇവിടെ 2 വരികയാണെങ്കിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുള്ളൂ? ഇവിടെ 2 ആയിരിക്കും. ഇവിടെ 1 ആണെങ്കിലോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ 1 ആണെങ്കിലോ ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ ഇത് ഇതിൻ്റെ ജനറൽ കേസാണ്. ഇത് എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, ഇവിടെ -1 ആണെങ്കിൽ ഇവിടെ -1 ആയിരിക്കും, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. Find the Fourier transform. Fourier transform ആണ്. Fourier transform of f of x equal to 1 if mod x less than 1. 0 otherwise. വീണ്ടും Fourier transform ആണ്. ഇക്വേഷൻ എന്തായിരുന്നു? തൊട്ട് മുന്നേ എഴുതിയ പോലെ f of f that equal to 1 divided by root 2 pi integral minus infinity to infinity f of x into e raised to minus I omega x dx that equal to വീണ്ടും നമ്മൾ തന്നിട്ടുള്ള ഇൻ്റർവെല്ല് mod x ലെസ് ദാൻ 1 പറഞ്ഞു കഴിഞ്ഞാൽ -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1. സിമ്പിൾ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. ബാക്കി എല്ലാ കേസിലും ഈ രണ്ട് സൈഡിലും 0 ആണ്. നമുക്ക് ചെയ്യേണ്ട ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. പക്ഷേ -ഇൻഫിനിറ്റി മുതൽ -1 വരെ 0 ആണ്, അതുപോലെ 1 മുതൽ ഇൻഫിനിറ്റി വരെ 0 ആണ്. ഇത് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പൈ ഇൻ്റഗ്രൽ -1 to 1. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പൈ. നെക്സ്റ്റ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും -1 to 1. മൈനസ് ഐ ഒമേഗ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ദറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പൈ 1 ഡിവൈഡ് ബൈ മൈനസ് ഐ ഒമേഗ. ഇനി അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ. ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ -1 വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ ഒമേഗ. ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഐ ഒമേഗ റൂട്ട് 2 പൈ. ഇവിടെ മൈനസ് ഔട്ട് സൈഡ് ഇൻസൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു ഐ ഒമേഗ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ. ഓക്കെ, ഇതാണ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി കൂടുതൽ പ്രോബ്ലം ചെയ്യണോ? ഈ ഭാഗത്തും അതുപോലെ ഇതുവരെ എടുത്ത് അഥവാ ഇത്രയും എടുത്ത ഭാഗത്ത് ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്?